KPCC അധ്യക്ഷൻ ആരാകും, ഉടനെ പ്രഖ്യാപിക്കുമോ അതോ അതും ഇങ്ങനെ അനിശ്ചിതമായി നീളുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ KPCC അധ്യക്ഷ പ്രഖ്യാപനം, അതിൽ ഒരു അന്തിമ തീരുമാനം ഉടൻ ഉണ്ടാകില്ല, ഉടൻ പ്രഖ്യാപിക്കില്ല എന്നാണ് വിവരങ്ങൾ. അധ്യക്ഷനെ തീരുമാനിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കളുമായി ഹൈക്കമാൻഡ് ചർച്ച നടത്തും. മുൻ അധ്യക്ഷന്മാരെ ഉൾപ്പെടെ ഹൈക്കമാൻഡ് വിളിപ്പിക്കും. അധ്യക്ഷ പദത്തിലേക്ക് MP-മാരെ പരിഗണിക്കണമെന്ന് K. സുധാകരൻ ആവശ്യപ്പെട്ടു. കൊടിക്കുന്നിൽ സുരേഷിനെ അധ്യക്ഷനാക്കണമെന്നാണ് VM സുധീരന്റെ നിലപാട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് D. ധനസുമോദാണ് ചേരുന്നത്. ധനസുമോദ്, ഗുഡ് മോർണിംഗ്. ആരാകും KPCC അധ്യക്ഷൻ എന്ന ഒരു ചോദ്യം, അതിനുള്ള ഉത്തരം തേടുകയാണ് ഹൈക്കമാൻഡ്. ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനുമായും രമേശ് ചെന്നിത്തലയുമായൊക്കെയുള്ള കൂടിക്കാഴ്ചയൊക്കെ നടന്നിരുന്നു. പക്ഷേ ഒരു പേരിലേക്ക് എത്തിച്ചേരുക എന്നത് അത്ര ഈസി അല്ല എന്നാണോ മനസ്സിലാകുന്നത്? ചർച്ച ഇനിയും നീളുമോ? CWC യോഗത്തിന് നേതാക്കന്മാരെല്ലാം ഡൽഹിയിൽ ഒരുമിച്ച് അതേ നഗരത്തിലുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല, K. സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരെല്ലാവരും ഒരുമിച്ചുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ശശി തരൂരുമായി കൂടി കൂടിക്കാഴ്ച നടത്തിയിട്ട് ഈ അധ്യക്ഷന്റെ കാര്യത്തിൽ ഏകദേശ തീരുമാനം ഉണ്ടാകും എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. മാത്രമല്ല, നിലവിലെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഡൽഹി സന്ദർശനത്തിൽ അദ്ദേഹം പ്രധാനപ്പെട്ട നേതാക്കന്മാരെ എല്ലാം കണ്ടതിന് ശേഷം ഓണസമ്മാനമായി KPCC അധ്യക്ഷൻ ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് അത്ര ഒരു ഓണസമ്മാനമല്ല, ഓണം കഴിഞ്ഞ് മാത്രമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തന്നെ അവസാനിക്കുക എന്നുള്ള ഒരു സൂചന തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇന്നലെ VD സതീശൻ രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച ഈ വിഷയത്തിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. കാരണം CWC ചർച്ചകൾ വളരെയധികം നീണ്ടുപോയതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ഇന്നലെ 6 മണിക്ക് തീരും എന്ന് കരുതിയിരുന്ന യോഗം 7 മണിയും കഴിഞ്ഞ് പോവുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട KPCC അധ്യക്ഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ഇന്നലെ പൂർണ്ണ തോതിൽ നടത്തിയിരുന്നില്ല. ഇന്നു മുതൽ ദീപാദാസ് മുൻഷി കേരളത്തിലുണ്ട്. അവർ ആയിരിക്കും ബാക്കിയുള്ള പ്രാഥമികമായ ചർച്ചകൾ നടത്തുക. അതിനുശേഷം സെപ്റ്റംബർ ആദ്യ വാരത്തിൽ മുഖ്യമന്ത്രി VD സതീശനെ ഡൽഹിക്ക് വിളിപ്പിച്ചതിന് ശേഷം ഒരു അന്തിമ ചർച്ച നടത്താം എന്നാണ് ഏകദേശ ധാരണയായിരിക്കുന്നത്. ഇതിലിപ്പോൾ ഒരു പേരിലേക്ക് എത്താൻ ഹൈക്കമാൻഡിന് മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ് സുമോദ്? മുൻ KPCC അധ്യക്ഷന്മാരുടെ നിലപാടുകളാണ് ഇപ്പോൾ KPCCയെ കുഴപ്പിച്ചിരിക്കുന്നത്. അതായത് K. മുരളീധരൻ, K. സുധാകരൻ, അതേപോലെ തന്നെ രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ചൂണ്ടിക്കാട്ടുന്നത് പൂർണ്ണ സമയ അധ്യക്ഷന് വേണമെന്ന്. കാരണം MP-മാരുടെ പേരാണ് ആദ്യം പരിഗണനയിലുള്ളത്. പക്ഷേ MP-മാരുടെ ഇനി 2.5 വർഷം കഴിഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇതിന് ഇന്ത്യ സഖ്യത്തിനെ സംബന്ധിച്ച് ഏറെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ ഈ MP ഇതിനെല്ലാം ചുക്കാൻ പിടിക്കാൻ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ശ്രദ്ധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പൂർണ്ണ സമയം ഇതിനു വേണ്ടി ചെലവഴിക്കാൻ കഴിയുന്ന ഒരു അധ്യക്ഷനായിരിക്കണം വേണ്ടത് എന്നുള്ളൊരു കാര്യം ആണ് വരുന്നത്. അതുകൊണ്ട് ഇനി സ്വാഭാവികമായും AK ആന്റണിയുടെ അഭിപ്രായത്തിനായിരിക്കും നിർണായക റോൾ ഉണ്ടാകുന്നത്. ദീപാദാസ് മുൻഷി കേരളത്തിലെത്തി AK ആന്റണി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി ചർച്ച നടത്തിയതിനു ശേഷം അവരൊരു റിപ്പോർട്ട് അടുത്ത ആഴ്ച കഴിഞ്ഞ് സമർപ്പിക്കും. അതിനുശേഷം മുഖ്യമന്ത്രി VD സതീശനുമായിട്ടുള്ള ചർച്ച, പിന്നീട് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും MP-മാരെ പരിഗണിക്കണം ഈ അധ്യക്ഷ സ്ഥാനത്തേക്കെന്ന് K. സുധാകരൻ ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അഭിപ്രായം അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം മറ്റ് മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം എങ്ങനെയാണ് ഇക്കാര്യത്തിൽ? VM സുധീരനാണ് ഇപ്പോൾ ഒരു ശക്തമായ നിലപാട് ഒരൊറ്റ പേരിലേക്ക് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷിനെ KPCC അധ്യക്ഷനാക്കണം എന്നാണ്. കാരണം അദ്ദേഹം മുതിർന്ന നേതാവാണ്, പലവട്ടം MP ആയിട്ടുള്ള ആളാണ്. ഇതുവരെ ദളിത് വിഭാഗത്തിൽ നിന്നും ഒരു നേതാവ് KPCC അധ്യക്ഷ പദത്തിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് ആ തരത്തിൽ ഒരു നേതാവ് ആ കസേര അലങ്കരിക്കട്ടെ എന്നുള്ള കാര്യം, ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവായതുകൊണ്ട് മാത്രമല്ല, കേരളത്തിലെ ഏറ്റവും സീനിയറായിട്ടുള്ള നേതാവാണ് അദ്ദേഹം. പല പദവികളും, വർക്കിംഗ് പ്രസിഡന്റ് പദവി ഉൾപ്പെടെയുള്ളവ വഹിച്ചിട്ടുണ്ട്. പക്ഷെ അധ്യക്ഷ പദത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു നേതാവിന്റെ ഒരു സാന്നിധ്യം KPCC ഓഫീസിൽ ഉണ്ടാവണം, ഈ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാകണം എന്നാണ് VM സുധീരൻ പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ അഭിപ്രായം മാത്രമാണ്. മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായം കൂടി ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ. എന്തായാലും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം ഇക്കാര്യത്തിൽ വളരെ നിർണായകമാകും. അതിൽ പ്രത്യേകിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് AK ആന്റണിയുടെ നിലപാട്. എന്തായാലും മുതിർന്ന നേതാക്കളുടെ അഭിപ്രായം തേടാനായി ദീപാദാസ് മുൻഷി കേരളത്തിൽ എത്തിച്ചേരും. ഒരു അഭിപ്രായ സ്വരൂപീകരണമൊക്കെ വരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും അത് ഉടൻ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. D. ധനസുമോദാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.